ഹലോ ഗൈസ്, ദിസ് ഈസ് ആദിത്യ ദേവ്യാർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ മുടിക്ക് ഞാൻ കൊടുത്ത കെയർ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. 9th 10th ഒക്കെ പഠിക്കുമ്പോഴത്തേക്കിന് എനിക്ക് എൻ്റെ കയ്യിൽ ഒതുങ്ങാൻ പറ്റാത്ത മുടി ഉണ്ടായിരുന്നു. പിന്നെ 10th എക്സാമിൽ കുറേ ടെൻഷൻ അടിച്ചത് കാരണം എൻ്റെ മുടി പകുതി പോയി. ഇപ്പം ഉള്ള മുടി ഞാൻ നിങ്ങളെ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ മുടി ഞാൻ കഷ്ടപ്പെട്ട് പ്രോപ്പറായിട്ട് ഹെയർ കെയർ ചെയ്ത് വരുത്തിയ ഒരു മുടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു 3 ടിപ്പ് ഇപ്പോൾ തൽക്കാലം പറഞ്ഞുതരാം. എല്ലാവരും കാണുക, അത് എന്താണ് നിങ്ങളും അതുപോലെ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ വിടവുള്ള ചീപ്പുകൾ ഉപയോഗിക്കത്തേ ഇല്ല. ഞാൻ ഇങ്ങനെ വൈഡ് ആയിട്ടുള്ള ചീപ്പ് മാത്രമേ യൂസ് ആക്കത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വുഡ് കോമ്പ് യൂസ് ചെയ്യാം. എനിക്ക് വുഡ് കോമ്പ് യൂസ് ചെയ്യുമ്പോഴത്തേന് അത് പ്രോപ്പറായിട്ട് എൻ്റെ മുടിയുടെ ആ കെട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കോമ്പ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കോമ്പാണിത്. ഓക്കെ, നിങ്ങളും ഇതേപോലെ ഒരു കോമ്പ് യൂസ് ചെയ്യാം. സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു പാക്ക് തേക്കുവാണെങ്കിൽ ആ പാക്ക് ഇടുന്നതിന്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് മുടി വളരണമെന്നില്ല. ഒരു പാക്ക് തേക്കുവാണെങ്കിൽ ആ പാക്ക് നിങ്ങൾ ഇങ്ങനെ ആ പാക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 തവണ അടുപ്പിച്ച് ഒരു 3-4 ദിവസം കൂടുമ്പോഴത്തേക്കും അടുപ്പിച്ച് നിങ്ങൾ തേച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ പാക്കിന്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ഞാൻ രണ്ടാമത് ചെയ്ത ഒരു കാര്യം. ഞാൻ താളിയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ മുടിയിൽ യൂസ് ആക്കിയിട്ടുള്ളത്. മൂന്നാമത് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ദിവസത്തിൽ ഒറ്റൊരു തവണ മുടി കോമ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യത്തുള്ളൂ. അല്ലാത്ത ഒരു തവണ ഞാൻ ചെയ്യത്തുള്ളൂ. അത് എപ്പോഴെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ടൈം ആ ഒരു തവണ ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പം ആ ഒരു സമയത്തെ മുടി പൊഴിയുന്നുണ്ടെങ്കിൽ ആ സമയത്തുള്ള പൊഴിച്ചിലേ ഉള്ളൂ എനിക്ക്. അല്ലാതെ പിന്നെ ഞാൻ എല്ലാ സമയം മുടി നല്ലതായിട്ട് കെട്ടി വെച്ചോണ്ട് നടക്കത്തുള്ളൂ. ഞാൻ ഒരിക്കലും മുടി അഴിച്ചിട്ട് നടക്കത്തില്ല. മുടി കെട്ടി വെച്ചോണ്ട് നടക്കത്തുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്.